പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ മെമ്പർമാരും സ്റ്റേജിൽ കയറിയിരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടും. ആ റോട്ടുമേലിരിക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് വന്നിരുന്ന് സദസ്സിനെ ഭംഗിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ പരിപാടി ആരംഭിക്കും. നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ വേദിയിലെത്തിയിട്ടുണ്ട്. എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ മെമ്പർമാരും ഈ വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അറിയണ്ടോ അപ്പൂടെ അപ്പ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റുള്ളവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ. വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് MLA ബഷീർ സാഹിബ് അവർകളെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കരുത്തനായ ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ നേതാവ് KT എന്ന് വിളിക്കുന്ന KT അഷ്റഫ്, ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നിയാസ് കല്ലൻ, എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരുടെയും പേരുകൾ ഇവിടെ വായിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങളെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ മെമ്പർമാരെ, ബ്ലോക്ക് ഞങ്ങളുടെ നാട്ടുകാരിയായ അസിന മാടശ്ശേരി, അതുപോലെ ഈ വേദിയിൽ ഇരിക്കുന്ന പ്രഗത്ഭരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നാട്ടുകാരെ, ഇന്നിവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ കൈയടക്കിയതിൽ നമ്മുടെ മെമ്പർമാർക്കുള്ള ഈ പള്ളിമുക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വീകരണ പൊതുയോഗവുമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ മുസ്ലിം ലീഗ് ഇവിടെ രൂപീകരിച്ചത് എന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. അതിൻ്റെ വിശദാംശങ്ങൾ കാലാകാലങ്ങളായി ഞങ്ങളുടെ നേതാക്കന്മാർ ഈ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഖായിദെ മില്ലത്ത് മുതൽ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സീതി ഹാജി മുതൽ ഇപ്പോൾ ഞങ്ങളുടെ ആസ്ഥാനമായ പാണക്കാട് തറവാട് മുതൽ ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് എന്താണ് എന്ന് ചൂരൽമലയും അതുപോലെ തന്നെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉള്ള സ്ഥലത്തെത്തുമ്പോൾ എന്താണ് ലീഗ് ചെയ്തത് എന്നും എന്തിനാണ് ലീഗ് ഇവിടെ എന്നുള്ളതും നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ സമയ പരിമിതി മൂലം
ഞങ്ങൾ പോകുന്നില്ല. അതിന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടത് ആവശ്യവുമില്ല. നിങ്ങൾക്ക് നന്നായി അറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണ് എന്ന്. പള്ളിമുക്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു നേതൃത്വ നിര ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾക്കൊരു കമ്മി ഉണ്ടായിരുന്നത് ഓഫീസാണ്. ആ ഓഫീസ് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ ഞങ്ങളുടെ നേതാവ് PK ബഷീർ സാഹിബ് ഞങ്ങൾക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് തന്നിരിക്കുകയാണ്. മറ്റുള്ള പാർട്ടികൾക്ക് ഓഫീസുകൾ ഉണ്ടാവാം, അവിടെ വാഗ്ദാനങ്ങൾ പലതും ഉണ്ടാവാം. നിങ്ങൾ അവിടുത്തെ വാഗ്ദാനങ്ങൾ നിങ്ങൾ MDMയിലോ കഞ്ചാവിലോ എന്തെങ്കിലും പിടിച്ചു വന്നോളി, ഞങ്ങൾ രക്ഷപ്പെടുത്താമെന്നായിരിക്കും. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസ് അത് മനുഷ്യർക്കുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും വാതിലുകൾ മാത്രമാണ് തുറക്കപ്പെടുക. ഇവിടുത്തെ വിദ്യാർത്ഥികളോടോ ഇവിടുത്തെ യുവജനങ്ങളോടോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാരഥികളുണ്ട് ഈ പള്ളിമുക്കിൽ. ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ അതിനായ ഒരു നേതാക്കന്മാരും ഞങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾക്ക് പറയാം വിദ്യാഭ്യാസപരമായി, സാമൂഹികപരമായി, സാംസ്കാരികപരമായി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ചോപ്പിച്ച് കളയുമെന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 19-ാം വാർഡിലെ ഞങ്ങൾ പ്രിയപ്പെട്ട സാരഥിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിച്ചത്. എന്ന് വെച്ചാൽ ഒരു വോട്ട് പോലും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പള്ളിമുക്ക്. പള്ളിമുക്ക് ഹരിത വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു നാടാണ്. ഈ നാടിനെ സ്നേഹിക്കാനേ അറിയുകയുള്ളൂ. ഈ നാട് ഐക്യത്തിനും അത് ജാതി മത വർഗ വർണ്ണ ദേശഭേദമെന്നെ ഞങ്ങൾ ആളെ നോക്കിയിട്ട് ആരോടും ഒരു കാര്യവും പറയാറില്ല. ഞങ്ങളെല്ലാ മനുഷ്യരുടെ നല്ലതായ എന്ത് കാര്യമുണ്ടോ ഞങ്ങളോട് നടത്താൻ കഴിയുന്നതാണെങ്കിൽ ഞങ്ങൾ അതിനെ ഇവിടെ നടത്തിയിരിക്കും. അതാണ് മുസ്ലിം ലീഗ്. ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് നേതാക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവര് സുഖമില്ലാത്തവരുമുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ പറയപ്പെടുമ്പോൾ പിന്നെ അത് ആരെങ്കിലും മറന്നുപോയാൽ വിട്ടുപോയാൽ അത് അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ പേരുകളൊന്നും പറയുന്നില്ല. പിന്നെ ഞങ്ങൾ സാനുവിനെയും കുഞ്ഞിപ്പൂവിനെയും ആ നാമധേയത്തിലാണ് ഞങ്ങളുടെ ലീഗ് ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അത് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവർ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ ശക്തരായ പ്രവർത്തകരായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നു അവർ ജീവിച്ചിരുന്നത് തന്നെ. അകാല പ്രായത്തിലാണ് അവർ മരണപ്പെട്ടു വരുന്നത്. അവരുടെ ഈ അവസരത്തിൽ അവരെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അതുപോലെ KMCC നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും പള്ളിമുക്ക് KMCC അവരാണ് നമുക്കുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതും. അവർക്ക് ഈ അവസരത്തിൽ എല്ലാവിധ ഞങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഒരുപാടുണ്ട്. 2, 3, 4 ആഴ്ചയായി ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ എല്ലാവരുടെ പേരും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇവിടെ എല്ലാവരും ഷന്നു ആയാലും നിയാസ് കല്ലിനായാലും ദാവൂദ്, കുഞ്ഞിപ്പൂ, അതുപോലെ ഇബ്രാഹിം, അബ്ബാസ് അലി, ഇങ്ങനെ അടങ്ങുന്ന ഒരുപാട് ആളുകൾ, എൻ്റെ ബിച്ചാപ്പു ഒക്കെ, നൗഫൽക്കെ, അവരൊക്കെ ഒരുപാട് എന്ത് വേണമെന്ന് പറഞ്ഞാലും എല്ലാ ആവശ്യങ്ങൾക്കും ഓടി വരുന്ന ആളാണ്. അവരൊക്കെ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഇവർക്ക് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട മെമ്പർമാരോട് ആദ്യമായി സ്വാഗതം പറയുന്നതിന് മുമ്പ് ഈ പള്ളിമുക്കിലെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളടുത്ത് എന്തെങ്കിലും സഹായത്തിന് ആവശ്യപ്പെട്ടു വരികയാണെങ്കിൽ അവരെ 2 കൈ നീട്ടി ഇവരെ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ പ്രിയങ്കരനായ ഞങ്ങൾ MLA ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ പള്ളിമുക്കിൽ വികസനം ഇല്ല എന്നെല്ലാവരും പറയും. എന്ത് വികസനമാണ് ഇവിടെ ഇല്ലാത്തത് എന്ന് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്കൊരു പിടുത്തം കിട്ടുന്നില്ല. റോഡുകൾ അതാത് സമയത്ത് ഞങ്ങളെ റോഡ് വളരെ മോശമാണ്. ആ റോഡ് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് പിന്നെ പോയതാണ്, ടെൻഡർ പോയതാണ്, അത് ഉടനെ പണി നടക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി ഞങ്ങൾക്കിവിടെ കാവിലെ കടവെന്ന് പറഞ്ഞൊരു കടവുണ്ട്. ആ കടവിൽ നിന്ന് പാവണ്ണയിലേക്ക് ഞങ്ങൾക്കൊരു റോഡ് സമീപകാലത്ത് നമ്മളെ MLA ഇടപെട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അപ്പോഴാണ് ഇവിടുത്തെ അവസാനമല്ല പള്ളിമുക്ക്, അപ്പുറത്തും കടക്കാണ്ട് എന്നുള്ളതും വികസനമൊക്കെ വരുള്ളൂ, അപ്പോഴവർക്ക് കാണുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഞങ്ങൾക്ക് ആ പാലം അങ്ങോട്ടാക്കി തരണം, പള്ളിമുക്ക് ആക്കി തരണമെന്ന് ഈ പള്ളിമുക്ക് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. ഒരുപാട് സമയം എനിക്ക് അനുവദനീയമല്ല. എനിക്ക് ആകെ 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ
എൻ്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ എല്ലാവർക്കും സ്വാഗതം പറയാണ്. പ്രിയപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സാഹിബ് MLA ആണ്. അദ്ദേഹത്തെ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ കരുത്തനായ യൂത്ത് ലീഗിൻ്റെ നേതാവ് KT അഷ്റഫ് സാഹിബിനെ വ്യക്തിപരമായിട്ടും ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളല്ല മെമ്പർമാർ, അവരെ ഈ വേദിയിലേക്ക് ഈ പള്ളിമുക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, എല്ലാവരുടെ പേരുകളും വായിക്കുന്നില്ല. എല്ലാവർക്കും നാട്ടുകാർക്കും ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്. അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. നിയാസ് കല്ലനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയങ്കനായ നമ്മുടെ MLA PK ബഷീർ സാഹിബ്, നമ്മുടെ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അഷ്റഫ് സാഹിബ്, അതുപോലെ തന്നെ ഹൈദർ മാസ്റ്റർ, മറ്റു എടവണ്ണ പഞ്ചായത്ത് UDF-ൻ്റെ മെമ്പർമാരെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ തുടക്കത്തിന് സാക്ഷിയാവുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും അതിരുകളില്ലാതെ കമ്മിറ്റ്മെന്റ് പ്രതീക്ഷകളുമായി എല്ലാവർക്കും സേവനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ MLA PK ബഷീർ സാഹിബ് നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് നല്ല രൂപത്തിൽ പോകുവാൻ സർവശക്തനായ അള്ളാഹുവിനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ അയ്യോട് സംസാരിച്ചു നമ്മളെ റോഡിൻ്റെ കാര്യങ്ങൾ. MLA നമുക്ക് ആ റോഡിന് 20 ലക്ഷം രൂപ പാസ്സാക്കി ടെൻഡർ കഴിഞ്ഞ റോഡാണ്. അപ്പം അത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാലും കാലാവർഷങ്ങളായി റോഡ് 1 വർഷത്തോളം നിൽക്കുകയുള്ളൂ, അത് കേടായി പോകുന്നുണ്ട്. MLA ഞങ്ങൾക്ക് ആ റോഡ് റബ്ബറൈസർ ചെയ്ത് നല്ല രൂപത്തിലുള്ള റോഡാക്കി, എടവണ്ണ് പന്നിപ്പാറയും പള്ളിമുക്കിനുമുള്ള മെയിൻ റോഡാണത്, അതിവിടെ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, തുടർന്നുള്ള പ്രസംഗത്തിന് വേണ്ടി MLA ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله.
പ്രിയങ്കരനായ അധ്യക്ഷ സുഹൃത്ത്, പള്ളിമുക്ക് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റുമായ നിയാസ്, സ്വാഗത പ്രഭാഷണം നടത്തിയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അയ്യൂബ്, ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയും ഈ ഡിവിഷൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട KT അഷ്റഫ്, വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ സാരഥികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ V. ഐദർ സാഹിബ് അടക്കമുള്ള ജനപ്രതിനിധികളെ, വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട കാരണന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പള്ളിമുക്ക് മുസ്ലിം ലീഗ് കമ്മിറ്റി എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യത്തിനുവേണ്ടി ബാനറിൽ മത്സരിച്ച് വിജയിച്ച 18 മെമ്പർമാർക്കുള്ള സ്വീകരണവും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഉരുക്ക് കോട്ടയായ പള്ളിമുക്കിൽ മുസ്ലിം ലീഗിന് ഒരു ആസ്ഥാന മന്ദിരം എന്ന നിലക്കുള്ള മുസ്ലിം ലീഗ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയുമാണ് ഇന്നിവിടെ നടക്കുന്നത്. മുസ്ലിം ലീഗിലെ ചരിത്രം പള്ളിമുക്കാരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു കാലത്ത് ആരാൻ്റെ വിറക് കുട്ടികളും വെള്ളം കോരികളുമായിരുന്ന ഒരു സമൂഹം, ഒരു സമുദായം വളരെ അന്ധകാരത്ത് നിന്നൊരു കാലഘട്ടത്തിലും ഈ പാർട്ടിയെ എടവണ്ണ പഞ്ചായത്തിൽ 100% ഒരു പ്രദേശത്തുള്ളവർ ലീഗിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പന്നിപ്പാറ പള്ളിമുക്കിലുള്ള ജനങ്ങളാണ്, സഹോദരിമാരാണ്, സഹോദരന്മാരാണ്, ആണെന്നുള്ളത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. എൻ്റെ വന്ദനായ പിതാവ്, നിങ്ങളുടെ പ്രിയങ്കരനായ സീതി ഹാജി ഉള്ള കാലഘട്ടം മുതൽ, ഇവിടെ തങ്ങന്മാരൊക്കെ ഉള്ള ആ കാലഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗിന് ഏറ്റവും പേരുള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ, സീതി ഹാജി രാഷ്ട്രീയത്തിലേക്ക് പടിപടിയായി കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ CHൻ്റെ സന്തത സഹചാരിയായിരുന്ന സീതി ഹാജി അന്ന് പള്ളിമുക്കിൽ ആ കാലഘട്ടത്തിൽ 970 കാലഘട്ടത്തിൽ ഒരു LP സ്കൂൾ ആദ്യമായി എയ്ഡിൽ അനുവദിച്ച ഒരു പ്രദേശമാണ് ഈ പള്ളിമുക്ക് എന്നുള്ളത് കൂടി അഭിമാനത്തോടു കൂടി ഈ പുതിയ തലമുറ ഓർക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ചരിത്രം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രദേശത്തെ പറ്റി പറയാനുണ്ട്. ഒരു അവികസിത പ്രദേശമായിരുന്നു ഈ പ്രദേശം, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇന്ന് എല്ലാ അർത്ഥത്തിലും ഗതാഗത സൗകര്യമുള്ള, എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ വികസനം കൊണ്ടൊക്കെ ഏറ്റവും അധികം നേട്ടങ്ങൾ കിട്ടിയ, പാർട്ടിയെ കൊണ്ട് ഏറ്റവും നേട്ടം കിട്ടിയ ഒരു പ്രദേശമാണ് പള്ളിമുക്ക്. ഈ പള്ളിമുക്കിൽ ഞങ്ങൾക്ക് ഈ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു അംഗനവാടി, ഇവിടെ നിയാസും നമ്മുടെ ജിനും അതുപോലെ തന്നെ അയ്യൂബും ഒക്കെ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദർശമായി തങ്ങളോട് ചോദിച്ചു, താങ്കളൊക്കെ ഇവിടെ ചോദിച്ചപ്പോൾ അംഗനവാടി ഇല്ല ചോദിച്ചു. അംഗനവാടിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വാടകെട്ടിനായതുകൊണ്ട് അംഗനവാടി മാറ്റിയിരിക്കണതാണ്. അങ്ങനെ ഇവിടെ വന്ന് തങ്ങളെ സ്ഥലം 4 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരാഴ്ചക്കകം ബഹുമാനിയായ നമ്മുടെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി CSR ഫണ്ട് ഉപയോഗിച്ച് 52 ലക്ഷം രൂപ അനുവദിച്ച് ഹൈടെക് ഒരു അംഗനവാടി എടവണ്ണ പഞ്ചായത്തിൽ ആദ്യമായി വരുന്നതും ഈ പള്ളിമുക്കിലാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് ടെൻഡർ കഴിഞ്ഞു, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണ് ഇപ്പോൾ ഒരു റോഡ് ഒന്ന് കേടുന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണത്. റോഡ് നമുക്കൊരു ഘട്ടത്തിൽ നമ്മൾ 2001 ഈ റോഡ് ടാർ ചെയ്ത് തുടങ്ങിയതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഐക്യ ജനാധിപത്യ മന്ത്രിയുടെ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, VK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ വികസന കാര്യത്തിൽ എനിക്ക് ഏറ്റവും താങ്ങും തണലുമായിരുന്ന കേരള കോൺഗ്രസിൻ്റെ മഹാനായ നേതാവ് ബഹുമാന്യനായ ആദരണീയായ KM മാണി സാർ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി പള്ളിമുക്കിൽ ഈ റോഡ് ഫ്ലഡ് റിലീഫ് ഫണ്ടിൽ ടാർ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ആദ്യം തുടക്കം കുറിക്കുന്നത്. പിന്നീട് MP അബ്ദുസ്സമദ് സമദാനിയുടെ MPയുടെ ഫണ്ടാണ് ഈ പൊയിലേക്കുള്ളതിലേക്ക് അന്ന് പോയത്, 10 ലക്ഷം രൂപ. ബഹുമാനം അതുപോലെ തന്നെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് റഷ്യ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ആ സമയത്ത് പഞ്ചായത്തിൻ്റെ ഫണ്ട് തന്നു. അങ്ങനെയാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാന്യായ ചെർക്കളം അബ്ദുള്ള സാഹിബ് മന്ത്രിയെ
കൊണ്ടുവന്ന് അതിൻ്റെ അന്നത്തെ വികസന പെരുമയ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലാണ്. പള്ളിമുക്കിനെ എന്നും ചേർത്ത് പിടിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി റോഡ് നന്നാക്കി 20 ലക്ഷം റുപ്യ കൊടുത്തു, ടെൻഡർ ചെയ്തു. നിങ്ങൾ പറയാണ് അത് ക്യാൻസൽ ചെയ്തത്, റബ്ബറൈസ് ചെയ്യണമെന്നാണ്. റബ്ബറൈസ് ചെയ്താൽ ഫണ്ടൊക്കെ ഞാൻ തരാം, പക്ഷെ പിന്നെ അത് നടക്കൽ വർഷകാലം കഴിഞ്ഞാൽ ഏതാ വേണ്ടി അത് പറയും. രണ്ടും പറയണ്ടല്ലോ, അല്ല രണ്ടും കൂടി നടക്കൂല. കാരണം ഒന്ന് സർക്കാരിൻ്റെ ഒരു ഫണ്ട് കൊടുത്ത് അവിടെ കയറ്റിട്ട് ജനപ്രതിനിധികളുണ്ട്. ഒരു ഫണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ വേറെ ഫണ്ട് പറ്റൂല. അപ്പോൾ ഞാനിങ്ങോട്ട് വെറുതെ പറഞ്ഞു പോയില്ല, കാരണം നാളെ ഞാൻ അങ്ങോട്ട് വരേണ്ടതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ ഈ റോഡ് നടക്കട്ടെ, ഇപ്പം ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ ഇതിൻ്റെ താറിപ്പണി കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്കൊരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻഷാ അല്ലാ ഞങ്ങളുടെ ജനപ്രതിനിധി ആണെങ്കിൽ അപ്പം നമുക്ക് 1 കോടി രൂപ ചെലവഴിച്ചിട്ട് നമുക്ക് അപ്പം റബ്ബറൈസ് ചെയ്യാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിനൊരു മാർഗം ഉണ്ടാവും. അല്ലാതെ വെറുതെ ഞാൻ എന്താണ് പറഞ്ഞിട്ട് ഇവിടുന്ന് നിയാസ് നിങ്ങൾ പറഞ്ഞ് ഏറ്റു പോയില്ല എന്നുള്ളതും അയ്യൂബിനും പറയാൻ നിൽക്കണ്ട, ജുനു പറയാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ക്ലിയറായി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം. വികസന കാര്യത്തിലൊന്നും നമുക്കൊരു വിഷയങ്ങളില്ല. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അധികാര പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ്. കേരളത്തിലെ ജനങ്ങൾ ഒക്കെ കാത്തു നിൽക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലിട്ടാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രിയപ്പെട്ട KT ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും UDF-നും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് പറയും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭയാണ്. ഈ പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടി, ബ്ലോക്കിൻ്റെ ഭരണം കിട്ടി, ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടി, സംസ്ഥാനത്തിൻ്റെ ഭരണം കിട്ടുമ്പോഴാണ് നമ്മളിതിൻ്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള ആവേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് പറയേണ്ടത്. പിന്നെ അയ്യൂബെ പാലം അങ്ങോട്ട് തരാൻ പറ്റില്ല, അത് ആര്യത്തോടുക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഒതായും ആര്യത്തോടും കൂടി ഒക്കെ അല്ലേ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പാലാണ്. നമുക്ക് അങ്ങോട്ട് പിന്നെ ആര്യത്തോടുക്ക് അല്ലെ മറ്റേ പാലപ്പറ്റൊക്കെ ഉള്ള റോഡൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കുക. എല്ലാവരും പാലം പറഞ്ഞാൽ പിന്നെ CH പറഞ്ഞാൽ അതിൽ ചാലിയാർ മുഴുവൻ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും. ചാലിയാർ മുഴുവൻ കോൺക്രീറ്റ്. നാളെ വടശ്ശേരി പോയപ്പോൾ അവിടെയും വേണം പാലം. എങ്ങനെ നടക്കണേ? അപ്പോൾ ഓരോ സംഗതികളും നടക്കട്ടെ. ഇപ്പം ഒറ്റയടിക്കങ്ങോട്ട് വരാനും പോകാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഭാഗത്തുമുണ്ട്. നിങ്ങൾ ആലോചിക്കണേ, എടവണ്ണ സീരിയാജ് പാലം കഴിഞ്ഞു, മൈത്ര പാലം, അരീക്കോട് പാലം, അപ്പുറത്തെ മമ്പാട് പിന്നെ പാലം റെഗുലേറ്ററൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരുപാട് പാലങ്ങൾ വന്നില്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്. അതൊക്കെ ഇപ്പം കാലാന്തരത്തിൽ വരണം. മറ്റ് വികസനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേറെ വികസനങ്ങളൊക്കെ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കണം. എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്, ഒരുപാട് മുതലും ഒരുപാട് റഹ്മത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ഈ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ടിന് നിങ്ങൾ സ്ഥലം കാണി. ആ ഗ്രൗണ്ടിന് സ്ഥലം കാണുകയാണെങ്കിൽ അപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ MLA അതിന് ഫണ്ട് തരാം. അതിന് നിങ്ങളെല്ലാവരും നോക്കി. ഞാൻ യാസിനോട് പേരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്കുണ്ടല്ലോ ആരുടെയെങ്കിലും മുതൽ കുറച്ച് പൈസക്ക് വാങ്ങിയിട്ട് ഒരു 30-40 സെൻറ്റോ വാങ്ങി നല്ല ഒരു മഡ് ടർഫ് ഗ്രൗണ്ടിനുള്ള ഫണ്ട് MLA അനുവദിച്ചു തരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി കുട്ടികളെ നിങ്ങൾ ഇവരെ വൈത്താനാണ് കൂടിക്കോളി, ബാക്കി അത് സംഗതി നടന്നോളൂ. അതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ഇവർക്കൊക്കെ കളിക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊക്കെ എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു എനിക്കറിയാം എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് മുൻപന്തിയിലാണ്. ഫണ്ട് ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ നിങ്ങൾ അതിനും കൂടി ഒന്ന് മെനക്കെടണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഗ്രാമപഞ്ചായത്തിലേക്ക് ഐക്യ ജനാധിപത്യത്തിലൂടെ 18 മെമ്പർമാർ ജയിച്ചിട്ടുണ്ട്. ഐക്യ ജനാധിപത്യത്തിലൂടെ ഒരു നല്ല ഉജ്ജ്വലമായ ഒരു ഭരണം ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ UDF ഭരണസമിതി കാഴ്ചവെക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കും അതുപോലെ തന്നെ വികസന രംഗത്തും ഒരു കുതിപ്പ് ഈ വരാൻ പോകുന്ന 2025 മുതൽ 2026 മുതൽ 2030 ഡിസംബർ വരെയുള്ള ഈ ഐക്യ ജനാധിപത്യ ഭരണസമിതി ജനങ്ങളുടെയും നിങ്ങളുടെ വിചാരങ്ങൾക്കും ഒക്കെ അനുസരിച്ച് കൊണ്ടുള്ള സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, എല്ലാവർക്കും സഹായം നൽകാൻ, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ള ഒരു ഓഫീസായി നമ്മുടെ ഓഫീസ് മാറട്ടെ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫീസായി അത് പ്രവർത്തിക്കും. കെട്ടിനും മട്ടിനും ഒക്കെ ആധുനിക രീതിയിലുള്ള ഒരു ഓഫീസാക്കി അത് മാറ്റാൻ ശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അടുത്തത് ആശംസ അമർത്തി സംസാരിക്കുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റും അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ഹൈദർ മാഷ് ക്ഷണിച്ചോളൂ. യോഗത്തിൻ്റെ അധ്യക്ഷൻ നിയാസ് കല്ലൻ, സ്വാഗതം ആശംസിച്ച അയ്യൂബ് സാഹിബ്, വേദിയിലുള്ള നമ്മുടെ പ്രിയങ്കരനായ MLA ബഷീർ സാഹിബ്, ജില്ലാ പഞ്ചായത്ത് നമ്മുടെ പ്രതിനിധി KT അഷ്റഫ്, ഇടവണ്ണ പഞ്ചായത്തിലെ UDFൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ, നിങ്ങളുടെ ഈ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ സഹപ്രവർത്തക കൂടിയായിട്ടുള്ള ഹസ്ന തുടങ്ങി വേദിയിലുള്ള UDFൻ്റെ നേതാക്കന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മൾ ഇന്ന് പള്ളിമുക്ക് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടുത്തെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള ഒരു സ്വീകരണവും അതോടനുബന്ധിച്ചുള്ള ഒരു പൊതുസമ്മേളനവുമാണ് നടത്തുന്നത്. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം എടവണ്ണ പഞ്ചായത്ത് നമുക്ക് ഭരണമില്ലാത്തതിൻ്റെ ഒരു വിഷമങ്ങൾ കുറേ അനുഭവിച്ചവരാണ് നമ്മൾ. ഈ പഞ്ചായത്തിൻ്റെ വിജയവും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലേക്കുമൊക്കെ നമ്മളൊരു പ്രതിപക്ഷമല്ലാത്ത ഒരു ഭരണമാണ് നമുക്കുള്ളത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഈ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച അതേ ആർജവം, അവരുടെ പ്രവർത്തനത്തിലും നിങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു മാർഗവും കൂടി നിങ്ങൾ കൊടുത്താൽ ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെയും ഈ വാർഡിനെയുമൊക്കെ നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഒക്കെ ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ മെമ്പർ പ്രദീപ് ഉൾപ്പെടെ കുറേ മെമ്പർമാർ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പരിപാടിയിൽ നിങ്ങൾ ക്ഷണിച്ചതിന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. അടുത്തത് നമ്മളെ മെമ്പർമാർക്കുള്ള മൊമെന്റം നൽകുന്ന ചടങ്ങാണ് നടക്കുന്നത്. UDF ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണ ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത്. നമ്മുടെ പള്ളിമുക്കിൻ്റെ സ്നേഹാദരമായിട്ട് മൊമെൻറ്റോ നൽകുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KT അഷ്റഫ് സാഹിബിനാണ് മൊമെൻറ്റോ നൽകുന്നത്. മൊമെൻറ്റോ നൽകുന്നതിന് വേണ്ടി ബാപ്പു തങ്ങളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി KT അഷ്റഫ് സാഹിബിനെയും ക്ഷണിക്കുന്നു. അരീക്കോട് ബ്ലോക്കിലേക്ക് എടവണ്ണ ഡിവിഷനിൽ നിന്നും വിജയിച്ച V ഹൈദ്രു സാഹിബിന് മൊമെൻറ്റോ നൽകുന്നത് മൂസ PP. സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൈദ്രു സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് വാർഡ് 11 നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മൻസൂർ സാഹിബിനെ സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി ആറ്റക്കോയ തങ്ങളെ ക്ഷണിക്കുന്നു. സ്നേഹാദരം സ്വീകരിക്കുന്നതിന് VP മൻസൂറിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് വാർഡ് 9 നിന്ന് വിജയിച്ച ബുഷ്ര യൂനുസിന് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി വനിതാ ലീഗ് നേതാവ് മെഹബൂബയെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ബുഷ്ര യൂനുസിനെയും ക്ഷണിക്കുന്നു. മെഹബൂബ, രഹിന, ഹാജിറ, സജിന CP, സജിന TP, സജിന KC, സാഹിറ PK സ്റ്റേജിൻ്റെ അടുത്ത് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് വാർഡ് 3 നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആബിദ ഷിഹാബിന് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി രഹിനയെ ക്ഷണിക്കുന്നു. സ്നേഹാദരം സ്വീകരിക്കുന്നതിന് വേണ്ടി ആബിദ ഷിഹാബിനെ ക്ഷണിക്കുന്നു. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് വാർഡ് 23 ഒതായിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നുബൈൽ കാഞ്ഞിരലാക്ക് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി KC കുഞ്ഞിയെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി നുബൈൽ കാഞ്ഞിരാലിനെ ക്ഷണിക്കുന്നു. KC കുഞ്ഞി. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് വാർഡ് 24 നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഉജിത്ര സജീവിന് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി ഹാജിറ K ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ഉജിത്ര സജീവിനെ ക്ഷണിക്കുന്നു. വാർഡ് 22 നിന്ന് വിജയിച്ച നുസ്രത്ത് ബീഗത്തിന് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി സജിന CP ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി നുസ്രത്ത് ബീഗത്തെയും ക്ഷണിക്കുന്നു. സജിന CP. UDF എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് വാർഡ് 2 നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട PK സക്കീർ സാഹിബിന് മൊമെൻ്റോ നൽകുന്നതിന് വേണ്ടി സലാം കല്ലനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി PK സക്കീർ അവരുകളെയും ക്ഷണിക്കുന്നു. വാർഡ് 15 നിന്ന് വിജയിച്ച ഷാജി മോനെ സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി കുഞ്ഞുമാനുട്ടി തങ്ങളെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ഷാജി മോനെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി കുഞ്ഞുമാനുട്ടി തങ്ങൾ. ഹലോ. വാർഡ് 16 നിന്ന് വിജയിച്ച ജലീല ഫർസാനക്ക് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി സജിന TP ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ജലീലയെ ക്ഷണിക്കുന്നു.
വാർഡ് 4 നിന്ന് വിജയിച്ച KU ശ്രീനിവാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി ഷംനൂനെ ക്ഷണിച്ചുകൊള്ളുന്നു. വാർഡ് 8 നിന്ന് വിജയിച്ച C സദ്യ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി സബിന കേസിയെ ക്ഷണിക്കുന്നു. സബിന കേസി. ഹലോ. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ പന്നിപ്പാറ ഡിവിഷനിൽ നിന്ന് വിജയിച്ച നമ്മുടെ നാട്ടുകാരി കൂടിയായ ഹസ്നയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി സാഹിറ PK ക്ഷണിക്കുന്നു. അടുത്തതായി വാർഡ് 19 നിന്ന് നമ്മുടെ വാർഡിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് പാങ്ങോടിനെ ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഫയാസിനെയും ക്ഷണിക്കുന്നു. പത്തപ്പിരിയത്ത് നിന്ന് വാർഡ് 12 നിന്ന് എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട അബുട്ടി സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിന് വേണ്ടി അംജദ് കെനെ ക്ഷണിക്കുന്നു. അല്ല, നമ്മുടെ 5 വിജയ് പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ആളുകൾക്കുള്ള മൊമെൻറ്റോ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി റൌഫാക്ക സ്വീകരിക്കുന്നതാണ്. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സാജിദ് കളത്തിങ്ങലിന് വേണ്ടിയിട്ട് റൌഫ് സാഹിബ് സ്വീകരിക്കുന്നതാണ്. നൽകുന്നതിന് വേണ്ടി റാഷിദ് കാസിയെ ക്ഷണിക്കുന്നു. രജിത മണ്ണശ്ശേരിക്ക് നൽകുന്നതിന് വേണ്ടി VP അസ്മാബി UDF. വി ലുക്കുമാന് വേണ്ടി റൌഫ് സാഹിബ് ഏറ്റുവാങ്ങുന്നതാണ്. നൽകുന്നതിന് വേണ്ടി മുല്ല തങ്ങളെ ക്ഷണിക്കുന്നു. സാജിദ് കളത്തിങ്ങലിന് വേണ്ടി റൌഫ് സാഹിബ് ഏറ്റുവാങ്ങുന്നതാണ്. നൽകുന്നതിന് വേണ്ടി സമീർ പനക്കൽ. നമ്മുടെ പ്രസിഡന്റ് സുനീറ സമദിന് വേണ്ടി
കുഞ്ഞിപ്പൂ ഖലൻ ഉമർ ഖത്താബ്. അഷ്റഫിനെ ക്ഷണിക്കുന്നു. അസീന പാറക്കാടിന് വേണ്ടി റൗഫാക്ക സ്വീകരിക്കുന്നു. ബിച്ചാപ്പു കല്ലൻ ലുക്മാൻ സാഹിബിന് വേണ്ടി റൗഫാക്ക സ്വീകരിക്കുന്നു. നിൽക്കുന്നതിന് വേണ്ടി നൗഫൽ കല്ലൻ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് പള്ളിമുക്ക് KMCC നൽകുന്ന പ്രത്യേക ഉപഹാരം വരികളുടെയും സ്വരമാധുര്യങ്ങളുടെയും സംഗീതപ്രേമികളെ ഹൃദയം കവർന്ന പ്രിയ ഗായകൻ പള്ളിമുക്കിൻ്റെ അഭിമാനം സക്കീർ ഹുസൈൻ കേസിക്ക, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അഷ്റഫ് സാഹിബ്. സക്കീർ ഹുസൈനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നാട്ടിലെ വിവരങ്ങൾ പ്രവാസികൾ അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതും വാട്സപ്പിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുമാണ്. ഞങ്ങളെ നാടിൻ്റെ സ്പന്ദനങ്ങൾ ഞങ്ങളെ അറിയിക്കുന്ന, കാഴ്ചകളെ കലയാക്കി മാറ്റുന്ന ക്യാമറ കണ്ണുകൾ, ദൃശ്യവിസ്മയങ്ങൾ തീർക്കുന്ന എഡിറ്റിംഗ് മികവിനും പ്രവാസി KMCC പള്ളിമുക്കിൻ്റെ അംഗീകാരമായി മുനവ്വിർ അലി കല്ലൻ നൽകുന്നത് സലീം ദാവൂദ്. മുനവ്വർ അലി കല്ലനെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി സലീം ദാവൂദ്. അടുത്തത് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ KT അഷ്റഫ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളും. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയ സുഹൃത്ത് നിയാസ്, അഭ്യന്തരം ബഹുമാന്യരുമായ ഐക്യജനാധിപത്യ മുന്നണിയുടെയും മുസ്ലിം ലീഗ് പാർട്ടിയുടെയും നേതാക്കൾ, പ്രിയപ്പെട്ട ഹൈദർ മാസ്റ്റർ, യൂസുഫ് അലി അടക്കം നമ്മുടെ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ ദീർഘിച്ച സംസാരമല്ല. ഈ പരിപാടി ഏൽപ്പിക്കുന്ന സമയത്ത് തന്നെ രണ്ടാൾ സംസാരിക്കും. ഒന്ന് MLA ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ ചുരുങ്ങിയ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പ്രസംഗവുമാണ്. ബാക്കി സമയം നല്ല ആസ്വാദനം നൽകുന്ന നമ്മുടെ പാട്ടടക്കമുള്ള കലാപരിപാടികൾ, ഗാനമേളയും ഒരുക്കിയിട്ടുള്ള ഒരു സ്വീകരണ പരിപാടിയും അതിലേറെ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനവുമാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട അയ്യൂബ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ ഓഫീസ് കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടാവാതെ ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, സമാധാനം നൽകുന്ന, രക്ഷ നൽകുന്ന
കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കേന്ദ്രമായി, ഈ നാടിൻ്റെ ജനങ്ങളുടെ ഒരു സർവകലാശാല പോലെ ഒരു തണലായി പ്രവർത്തിക്കുന്ന ഓഫീസാണ് ഇവിടെ ബഹുമാന്യനായ MLA ഉദ്ഘാടനം ചെയ്തത്. മുഴുസമയ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഈ മണ്ണിൻ്റെ മനസ്സും മണ്ണും മനസ്സും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമായിരിക്കും ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതാണ് അയ്യൂബ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചത്. ദീർഘമായി പറയാൻ, ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം നൽകുന്ന സ്വീകരണമാണ്. ലീഗ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒരു നല്ല സമയത്താണ്. ഈ പ്രദേശത്ത് എടവണ്ണ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയ ഒരു പ്രദേശമാണ്. ഈ വാർഡിൽ നിന്ന് മത്സരിച്ച പ്രദീപിന് 850ഓളം വോട്ടാണ് ഭൂരിപക്ഷം നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ പരിശോധിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മൊത്തം ചെയ്ത വോട്ടിൻ്റെ നല്ലൊരു ശതമാനം വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1256 വോട്ടെന്ന് പറയുന്നത് 950-ലേറെ ലീഡിനാണ് ഈ പ്രദേശത്തെ, ഈ വാർഡിലെ ജനങ്ങൾ എന്നെയും ജയിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ നാട്ടുകാരി കൂടിയായിട്ടുള്ള ബ്ലോക്കിലേക്ക് മത്സരിച്ച ഹുസ്നയെയും നിങ്ങൾ ജയിപ്പിച്ചത്. എടവണ്ണ പഞ്ചായത്തിലെ 24 വാർഡുകളിലും നല്ല മത്സരം നടന്നു. 18 ഇടങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിച്ചപ്പോൾ നേരിയ വോട്ടിനാണ് മറ്റു ചില സ്ഥലങ്ങൾ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്. അതൊരിക്കലും പരാജയമായി കണ്ടുകൂടാ, വിജയം തന്നെയാണ്. കാരണം CPM-ന്, ഇടതുപക്ഷത്തിന് നുണച്ചാക്കുകളും പണച്ചാക്കുകളും ഇറക്കി ഭരണത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചു 5 കൊല്ലക്കാലത്തെ പഞ്ചായത്ത് ഭരണവും 9.25 കൊല്ലത്തോളം വരുന്ന പിണറായിയുടെ സംസ്ഥാന ഭരണവും അതിൻ്റെ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പോലും നേട്ടമുണ്ടാക്കാൻ എടവണ്ണയിൽ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചതിലും എത്രയോ മടങ്ങ് മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ 505 പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരായത് ഐക്യജനാധിപത്യ മുന്നണിയാണെങ്കിൽ 330ലേക്ക് താഴ്ന്ന പഞ്ചായത്തിൻ്റെ ഭരണം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2020 കണക്ക് കേരളത്തിൽ 582 ഗ്രാമപഞ്ചായത്തുകൾ ഭരണം നടത്തിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ 94 പഞ്ചായത്തിലെ 90 പഞ്ചായത്തുകളും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയിരിക്കുകയാണ്. നമ്മുടെ 15 ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ബ്ലോക്ക് പഞ്ചായത്തും വ്യക്തമായ ആധിപത്യത്തിലും 8 ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാതെയും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുകയാണ്. പൊന്നാനി ബ്ലോക്ക് മാത്രം നറുക്കെടുപ്പിൽ മാത്രം പരാജയപ്പെട്ടത് അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടത് മാറ്റി നിർത്തിയാൽ ബ്ലോക്കിൻ്റെ ആധിപത്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് കീഴിലാണ് എന്നതാണ് അർത്ഥം. കേരളത്തിൽ ഒരു കാലത്തുമില്ലാത്ത വിധം മുനിസിപ്പാലിറ്റികൾ, ആ മുനിസിപ്പാലിറ്റികളിൽ 72 മുനിസിപ്പാലിറ്റികളിൽ 58 മുനിസിപ്പാലിറ്റികളും ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം 4 കോർപ്പറേഷനുകൾ ഐക്യജനാധിപത്യ മുന്നണിയും 1 BJP-യും മറ്റൊന്ന് CPM-ഉം മാത്രമാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 33-ൽ 33 നേടി. കോഴിക്കോട് അടക്കമുള്ള 7 ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിലെ വോട്ട് ഷെയറിൽ 12.5% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ കേരളത്തിൽ വിജയിച്ചു കയറിയത്. അതിൻ്റെ അർത്ഥം ഈ സെമി ഫൈനലിൽ വിജയിച്ച ഐക്യജനാധിപത്യ മുന്നണി
വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് 3 മാസം കഴിഞ്ഞ് പ്രഖ്യാപിക്കുന്ന 6 മാസത്തിനകം നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭയിൽ ചരിത്ര നേട്ടം നേടിയെടുക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ദീർഘമായി ആ വിഷയത്തിലേക്ക് പോവുകയല്ല. വർഗീയതയും അതുപോലെ തന്നെ മറ്റാരോപണങ്ങളും ഉന്നയിച്ചപ്പോൾ കേരളത്തിലെ യഥാർത്ഥ മനസ്സാക്ഷി മനുഷ്യർ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നട്ടെല്ല് പോലുമില്ല എന്ന് സാധാരണക്കാരൻ പോലും പറഞ്ഞു നടക്കുന്ന പൗരത്വ രേഖയായി മാറാൻ പോകുന്ന SIR എന്ന് പറയുന്ന അതിൻ്റെ തീവ്ര യത്നം, ഈ നാട്ടിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കും വിധം ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് ആ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയത്താണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ SIRന്റെ പേരിൽ ഇവിടെ ശ്രമം നടത്തിയത്. ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളെ പ്രയാസപ്പെടുത്തുകയും അവർ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരെന്നേക്കുമായി നഷ്ടപ്പെടുക വഴി ഈ രാജ്യക്കാരനല്ലെന്ന് മുദ്ര കുത്താൻ പോകുന്ന അപകടകരമായ SIRന്റെ വിഷയം വരുമ്പോൾ മറ്റു ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ, ആണായ പെണ്ണായ മുഖ്യമന്ത്രിമാരെ കണ്ടുപഠിക്കേണ്ട ഒരു ഗതികേട് കേരള മുഖ്യമന്ത്രിക്കുണ്ടായപ്പോൾ കേരള മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനല്ലെന്നും ഒരു ചങ്ക് പോലുമില്ലാത്ത ധൈര്യമില്ലാത്ത BJPയുടെ പാളയത്തിൽ പോയി അഭയം തേടിയ മുഖ്യമന്ത്രിയാണ് എന്നും തെളിയിച്ചതിൻ്റെ തെളിഞ്ഞു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികർ പോലും, കേരളത്തിലെ ഇടതുപക്ഷത്തെ പിന്തുണച്ചു വരുന്നവർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ലൊരു പ്രതീക്ഷയുള്ള കാലഘട്ടമാണ്. മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന, നാടിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം കൂട്ടായ്മയുടെ പേരാണ് ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിച്ച, നമ്മുടെ വിജയിച്ച, വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളൊക്കെയും ഏതൊക്കെ വാർഡുകളിൽ നിന്നാണ് വിജയിച്ചു വന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. പാണ്ടിയാട് മുതൽ വളരെ വോട്ട് ബാങ്ക് അല്ലാത്ത, വോട്ട് ജയിച്ചു കയറാൻ പറ്റാത്ത ധാരാളം വാർഡുകൾ, ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ആ വാർഡുകളിൽ നിന്നൊക്കെ വിജയിച്ചു വന്ന ജനപ്രതിനിധികൾ ജയിക്കാനുള്ള കാരണം എന്താണ്? അവർ ജനങ്ങളുടെ മനസ്സിനോട് സംസാരിച്ചവരാണ്. അവർ ഇന്നലകളിൽ ജനങ്ങൾക്കൊപ്പം നിന്നവരാണ്. അവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനപക്ഷത്ത് നിന്ന് നാടിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. ജനപ്രതിനിധികളാവുന്നതിന് മുമ്പ് തന്നെ ആ വിധം ജനങ്ങളോട് ഇണങ്ങിച്ചേർന്നവരും ജനങ്ങളുമായി സംവദിച്ചവരുമായിരുന്നു ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഈ പ്രദേശങ്ങളിൽ ഞങ്ങളൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞത് മനുഷ്യരുടെ രാഷ്ട്രീയമാണ്, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികസനങ്ങളാണ്, ഇവിടുത്തെ പാരിസ്ഥിതിക വിഷയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളാണ്, ഈ പിഞ്ചു മക്കളുടെ ടെക്നോളജിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതികളാണ്, ഈ ഇരിക്കുന്ന സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ്, ഇവിടെ കാണുന്ന കർഷകരുടെ കാർഷിക മേഖലയുടെ ഉൽപ്പന്നങ്ങളെ വർദ്ധിപ്പിക്കുകയും മൂല്യവർദ്ധനവ് ഉള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സംവിധാനത്തെ കുറിച്ചാണ്, ഇവിടുത്തെ വയോജനങ്ങളുടെ ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്, ഇവിടുത്തെ കലാലയങ്ങളുടെ ഉയർച്ചയെക്കുറിച്ചാണ്, ഇവിടുത്തെ അംഗനവാടികളുടെ വളർച്ചയെക്കുറിച്ചാണ്, ഈ നാടിന്റെ വെളിച്ചവും വെള്ളവും ഉള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, ഈ നാട്ടിലെ മനുഷ്യരുടെ സുരക്ഷയുടെയും അതുപോലെ തന്നെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് ഞങ്ങളൊക്കെ സംസാരിച്ചത്. പച്ചയായ രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ ആരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എതിർ സ്ഥാനാർത്ഥികളെ പേര് പോലും പറയാതെ, അവരധിക്ഷേപിക്കാതെ, അവരഭിമാനത്തെ പോലും കാത്ത് സംരക്ഷിച്ചുകൊണ്ട് സംസാരിച്ചിട്ടാണ് ഈ കാണുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സാരഥികളും ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വിജയിച്ചത്. അത് രാഷ്ട്രീയ മര്യാദയുടെ പേരായിരുന്നു. ആ രാഷ്ട്രീയ മര്യാദയാണ് കഴിഞ്ഞ പതിറ്റാണ്ട് കാലമായി ഈ നാട്ടിൽ കാത്തു സൂക്ഷിച്ചത്. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും അധികാരത്തിലിരിക്കുമ്പോ ഡോക്ടർ മുനീർ സാഹിബ് ഈ നാട്ടിലെ സാമൂഹ്യ നീതിബോധമാക്കി സാമൂഹ്യക്ഷേമ വകുപ്പിനെ മാറ്റിയപ്പോ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ആയിരക്കണക്കിന് പാവപ്പെട്ട കുട്ടികളെ ചെവി കേൾപ്പിക്കുകയും സംസാരശേഷിയുള്ളവരാക്കുകയും മാറ്റുകയും ചെയ്ത ഒരു ഭരണമുണ്ടായിരുന്നു. സാമൂഹ്യ നീതിബോധത്തിന്റെ ഉയർച്ചയിലേക്ക് ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുപോയ മനുഷ്യരോട് സംസാരിച്ച രാഷ്ട്രീയം, അതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ കാലഘട്ടം. വല്ലാർപാടം കണ്ടെയ്നർ മുതൽ വിഴിഞ്ഞം പദ്ധതി മുതൽ നാട്ടിലെ
നാട്ടിലെ റോഡുകളും പാലങ്ങളും വികസനങ്ങളും കോടാനുകോടി പദ്ധതികൾ വികസനങ്ങൾ ഈ നാടിന് സമർപ്പിച്ച ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുത്ത ഒന്നിലേറെ ക്ഷേമ പെൻഷൻ ഒരാൾ തന്നെ നിരന്തരമായി മുടങ്ങാതെ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം, ഡോക്ടർ മുനീർ സാഹിബിന്റെ കാലഘട്ടം. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ പദ്ധതിയായി കോടിക്കണക്കിന് രൂപ കൊടുത്ത കാരുണ്യ ബെനവലന്റ് സ്കീം ഒരു ഭാഗത്ത് മുടങ്ങാതെ നൽകിയ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു, മനുഷ്യർക്കൊപ്പം നിന്ന ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ പേരായിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് ധാരാളം സംഖ്യ ചികിത്സാ ചെലവായി നൽകിയ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. രാവും പകലുമില്ലാതെ ഒന്നിലേറെ തവണ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും വന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. ജനസമ്പർക്ക പരിപാടി നടത്തിയ ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് അവിടെ വെച്ച് തീർപ്പ് കൽപ്പിച്ച് ഈ നാട്ടിലെ ഓരോ മണ്ഡലങ്ങളിലും അത്തരം പദ്ധതികൾക്ക് നേതൃത്വം നൽകിയപ്പോ എത്ര ആളുകളുടെ പ്രതീക്ഷകളാണ് അന്ന് പൂവണിഞ്ഞത് എന്ന് നമുക്കറിയാൻ പറ്റും. അർദ്ധരാത്രി കഴിഞ്ഞിട്ട് പോലും ഒരു മുഖ്യമന്ത്രി ഉറങ്ങാതെ പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ കണ്ണും കാതും നേരെ കൊടുത്ത ഒരു മുഖ്യമന്ത്രിയുടെ പേരായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഭ്രാന്തൻ കയറി എന്ന് കളിയാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതുപോലെ മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കുമ്പോ മൈക്ക് കേട് വന്നപ്പോ ആ മൈക്ക് ഓപ്പറേറ്റർ വന്ന് അതൊന്ന് ശരിയാക്കാൻ നോക്കിയപ്പോ ആ കൈ തട്ടി മാറ്റിയ കടക്ക് പുറത്തി എന്ന് പത്രക്കാരോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി 9.5 കൊല്ലമായി കേരളത്തിൽ നിൽക്കുമ്പോ മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യവിരുദ്ധമായ സമീപനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബൂർഷ മുതലാളിത്തത്തിന് അവർ കീഴടങ്ങിയ ഒരു കാലഘട്ടമായി 9.25 കൊല്ലത്തോളം മാറിയപ്പോ CPM-നെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി, ജനപക്ഷ വിരുദ്ധ നയങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചതിനുള്ള വോട്ടുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂടെ നിങ്ങളുടെ പ്രവർത്തനമാണ്, അകമഴിഞ്ഞ പിന്തുണയാണ്, നിങ്ങളുടെ പ്രവർത്തനമാണ്, പ്രാർത്ഥനകളാണ്. 2 മാസക്കാലം വോട്ട് ചേർത്തുന്നത് മുതൽ വോട്ട് ചെയ്യിക്കുന്നത് വരെ അവസാനത്തെ മിനിറ്റ് സമയവും ഇതിലെ കടന്നു പോകുമ്പോ ബൂത്തിനകത്ത് തടിച്ചുകൂടിയ UDF-ന്റെ പ്രവർത്തകന്മാർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കഠിനാധ്വാനം ചെയ്യുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തുക ഞങ്ങൾക്കറിയില്ല. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വാക്കിലൊതുക്കാത്ത പ്രവൃത്തിയിൽ എന്നും കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വാക്കുകൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ട് തെളിയിക്കേണ്ട പ്രവർത്തനമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. വിശ്രമിക്കുന്നില്ല നിങ്ങൾ. ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിനിടയ്ക്ക് SIR-ന്റെ പ്രശ്നം വരികയാണ്. ആ 22-ാം തീയതി വരെ വോട്ട് ചേർക്കുന്ന, അതുപോലെ തന്നെ തള്ളപ്പെട്ടവരെ തിരിച്ചറിയുന്ന, ഇയറിങ്ങിന് സഹായിക്കുന്ന, ആ നോട്ടീസ് കിട്ടിയവരെ പിന്നാലെ പോകുന്ന കർമ്മനിരതരായ നിങ്ങളുടെ മുമ്പിൽ സല്യൂട്ട് ചെയ്യല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ അവസാനിപ്പിക്കാൻ, വിലക്കയറ്റം കൊണ്ട് പ്രയാസപ്പെട്ട ഒരു കാലഘട്ടം ഇതുപോലെ മുമ്പുണ്ടായിട്ടില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില എത്ര തവണയാണ് കൂടിയത്? തക്കാളിയുടെ വില ഇന്നും 50 കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എല്ലാ കാലത്തും എന്തെങ്കിലും ഒരു വിശിഷ്ട ദിവസങ്ങൾ വന്നാൽ, ഓണം വന്നാൽ, വിഷു വന്നാൽ, പെരുന്നാൾ വന്നാൽ, അതുപോലെ തന്നെ നോമ്പ് വന്നാൽ, പ്രത്യേക സാഹചര്യങ്ങളിൽ തക്കാളി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറിക്ക് പോലും വില വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടം. റേഷനിങ് സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയ, സ്റ്റാറ്റ്യൂട്ടറി രംഗത്തെ തകർത്തുപോയ, എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ വഞ്ചിച്ച ഒരു കാലഘട്ടം ഇതുപോലെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി വരും എന്ന പ്രതീക്ഷയാണ്. നിങ്ങൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ അമ്മമാരുടെ തൊഴിലിന്റെ കാര്യത്തിൽ, നമ്മുടെ കർഷകരുടെ ആ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലായിടങ്ങളിലും ഞങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ ജയിച്ചു വന്ന, നിങ്ങൾ ആദരിക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ്. അവരന്നത്തെ അവര് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ, അള്ളാഹുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോ അവർ പറഞ്ഞ മുദ്രാവാക്യമുണ്ട്, അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഒരിക്കൽ പോലും കളഞ്ഞു കുളിക്കില്ല എന്ന പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാണ് വീണ്ടും വീണ്ടും സ്വീകരണങ്ങളിൽ നിന്നും ഓരോ മൊമെന്റോകൾ ഏറ്റുവാങ്ങുന്നത്. ഇത് ഭയമാണ്. ജനങ്ങളോടുള്ള കടമയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവും കൂടിക്കൂടി വരുന്ന ഓർമ്മപ്പെടുത്തലിന്റെ സദസ്സുകളാണ് ഇത്തരം സ്വീകരണ യോഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പള്ളിമുക്കിലെ നല്ല മനസ്സുള്ള നല്ല മനുഷ്യന്മാർ, ഇവിടെ പല ജാതി പ്രതിസന്ധികളും സൂചിപ്പിക്കപ്പെട്ടത് അതുപോലെ വന്നപ്പോ ആർക്കും തൊടാൻ കഴിയാത്ത
UDF മുസ്ലിം ലീഗിന്റെ ഒരു പുന്നാപുരം കോട്ടയാണ്, ഒരു ഉരുക്കു കോട്ടയാണ് ഈ പ്രദേശം എന്ന് തെളിയിച്ച മുഴുവൻ വോട്ടർമാരെയും, അമ്മ സഹോദരിമാരെയും, പ്രിയപ്പെട്ട ഇവിടുത്തെ സഹോദരന്മാരെയും പിഞ്ചുമക്കളെയും അഭിനന്ദിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ എന്നും ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടെ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവാമെന്നും, അതിനാവട്ടെ ഈ ഇന്ന് തുറന്ന ഈ ലീഗിന്റെ ഓഫീസ് എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ പരിപാടിക്ക് സകലവിധ ആശംസകൾ നേരുന്നു. ഇത് സംഘടിപ്പിച്ച സംഘാടകരെ ഓരോരുത്തരെയും പേരെടുത്തു പറയേണ്ടവരാണ്. ആ പേരെടുത്തു പറയാൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും ഒരാളെ വിട്ടുപോയാൽ അതൊരു നഷ്ടമാകും എന്ന തോന്നലിന്റെ ഭാഗമായി മുഴുവൻ ആളുകളെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF, ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും. അടുത്തത് ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും നമ്മുടെ നാട്ടുകാരിയും കൂടിയായ ഹസ്നയെ ക്ഷണിച്ചോളും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണല്ലോ. നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഒരു കെട്ടിടത്തിൻ്റെ തുറക്കൽ മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു പ്രതീകം കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLAയും മറ്റ് പഞ്ചായത്ത് ഭാരവാഹികളുടെയും വിവിധ മേഖലയിലെ ജനപ്രതിനിധിയുടെയും ഇവിടെ സന്നിഹിതപ്പെട്ടത് തന്നെ ഈ പരിപാടിയുടെ മഹത്വം വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് ഓരോ വീട്ടിലും ചെന്ന് കൈപിടിച്ച് ലഭിച്ച ഓരോ വോട്ടിൻ്റെയും മൂല്യം ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം രാഷ്ട്രീയത്തിൻ്റെ പടവുകളെല്ലാം ജനശ്രദ്ധയുടെ പടവുകളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. വളരെ ജനോപകാരപരമായ പദ്ധതികൾ ഈ ഓഫീസിലൂടെ കൈകാര്യം ചെയ്യുന്നു എന്നതറിഞ്ഞത് വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഓഫീസ് എല്ലാവർക്കും ഒരു തുറന്ന സേവന കേന്ദ്രമാകട്ടെ. താല്പര്യങ്ങൾക്കപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം വികസനം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് നമുക്ക് വേണം വികസനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും രാഷ്ട്രീയമായ സംസ്കാരങ്ങൾ. ജനങ്ങളെ കേൾക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും പിന്നെ നമ്മുടെ ജനങ്ങളെ കേൾക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ഭരണ സംവിധാനത്തെയും. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പന്നിപ്പാറ ഡിവിഷനിലെ ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും സുഗമമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി പള്ളിമുക്കിലെ ഓരോരുത്തരും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു നവ കേരളം രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ പന്നിപ്പാറ ഡിവിഷനെയും വികസനത്തിൻ്റെ ഒരു നക്ഷത്രമാക്കണേ. എല്ലാവർക്കും നന്ദി. മനസ്സിൽ നിന്നും സമർപ്പിച്ച വോട്ടുകൾക്കും ഈ ഇത്രയും വലിയ മഹത്തായ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കൈകോർത്തിട്ട് ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. അടുത്തത് ആശംസയർപ്പിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച പ്രദീപ് വാങ്ങോട്ടിനെ ക്ഷണിച്ചോളും. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നിയാസ്, ഉദ്ഘാടനം ചെയ്ത MLA PK ബഷീറാക്ക, മറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അഷ്റഫ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എടവണ്ണ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ
ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് നിങ്ങൾ എന്നെ പഞ്ചായത്തിലേക്ക് പറഞ്ഞയച്ചത്. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പള്ളിമുക്കിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും നാട്ടുകാരുമാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി എവിടെയും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഈ 5 വർഷം നമ്മുടെ നാട്ടിലെ വികസനത്തിലും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഏറെ കാലമായിട്ടുള്ള ആവശ്യമാണ് ഒരു ഗ്രൗണ്ട് എന്ന കാര്യം. നമ്മൾ ഗ്രൗണ്ടിന് വേണ്ടി പള്ളിമുക്കിലെ നിയാസിൻ്റെയും അയ്യൂബാക്കൻ്റെയൊക്കെ നേതൃത്വത്തിൽ പള്ളിപ്പടിയിലെ ആളുകളൊക്കെ കൂടി ഞങ്ങൾ ഇവിടെ ഈ പള്ളിയുടെ നമ്മുടെ ശ്മശാനത്തിൻ്റെ മുകളിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ അറിയിക്കുകയാണ്. അതിൻ്റെ എഗ്രിമെൻ്റ് ഈ മാസം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനൊന്നും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും പഞ്ചായത്തു നിന്നും 10 ലക്ഷം രൂപ വീതം കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഒരു 10 ലക്ഷത്തോളം നമ്മൾ പിരിച്ചുണ്ടാക്കേണ്ടതുണ്ട്. അതിനും നിങ്ങളുടെ ഒരു സഹായം ഉണ്ടാവണം. പള്ളിമുക്ക് ഭാഗത്തുനിന്ന് നമുക്ക് ഒരുപാട് കുട്ടികൾ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഒരു ഗ്രൗണ്ട് എന്നുള്ളത്. അത് നമുക്ക് ഈ പ്രാവശ്യം യാഥാർത്ഥ്യമാക്കണം. അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എടവണ്ണ പഞ്ചായത്തിലെ എല്ലാ വാർഡ് മെമ്പർമാരും ഈ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചതായി അറിയിക്കുന്നു. അടുത്തത് 2 ആൾ കൂടെ ഉള്ളൂ. ആശംസ അർപ്പിക്കുന്നത് മണ്ഡലം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് യൂസുഫ് ആരന്തുടിക്ക് ക്ഷണിച്ചോളൂ. ഏറ്റവും പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ നിയാസ്, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട അയ്യൂബ്, ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട പ്രിയങ്കരനായിട്ടുള്ള MLA PK ബഷീർ സാഹിബ്, മുഖ്യ പ്രഭാഷണം നിർവഹിക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട KT അഷ്റഫ് സാഹിബ്, എടവണ്ണ ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ പ്രിയപ്പെട്ട ഹൈദർ സാഹിബ്, ഈ ഡിവിഷൻ മെമ്പറും ഈ നാട്ടുകാരിയുമായിട്ടുള്ള പ്രിയപ്പെട്ട ആസ്ന, ഈ വാർഡ് മെമ്പറായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രദീപ് അടക്കം ഈ വേദിയിൽ വലിയ ഒരു ജനപ്രതിനിധികളുടെ നീണ്ട നിര തന്നെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും തുടർന്ന് വരാനിരിക്കുന്ന ഗാനമേളയ്ക്ക് വേണ്ടി കാത് ഓർത്ത് നിൽക്കുകയാണ്. 2 വാക്കിൽ മാത്രം ആശംസകൾ അർപ്പിക്കുകയാണ്. ഏതൊരു മുസ്ലിം ലീഗുകാരുടെയും സ്വപ്ന പൂർത്തീകരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പള്ളിമുക്ക് പ്രദേശത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തുടർകാലങ്ങളിലൊക്കെ തന്നെ ഈ മുസ്ലിം ലീഗ് ഓഫീസ് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് എല്ലാവരുടെയും ഒരു കൺകുളിരും മറ്റു സമാധാന ഗേഹവുമായിട്ട് ആ ഓഫീസ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി മിന്നുന്ന പ്രകടനമാണ് എടവണ്ണ പഞ്ചായത്തിൽ കാഴ്ച വെച്ചത്. എടവണ്ണ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച പിറ്റേ ദിവസമാണ് ഞങ്ങളൊക്കെ പ്രദീപിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് UDFൻ്റെ കൺവെൻഷൻ ചേരുന്നത്. അന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം, അതങ്ങനെ തുടർന്ന് 5-6 കൺവെൻഷനുകളിൽ വാർഡിൽ തുടർന്ന് പോയിക്കൊണ്ട് അവസാനമായിട്ട് ഷംനുവിൻ്റെ അതുപോലെ അമീതാക്കാൻ്റെ വീട്ടിലാണ് നമ്മൾ ഒരു 400 പേരുടെ ഒരു വിപുലമായിട്ടുള്ള കൺവെൻഷൻ നടക്കുന്നത്. അന്നും നമ്മൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഈ വോട്ടർമാരോട് പറഞ്ഞതാണ്. 11-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് 13-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഇടവണ്ണ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയപ്പെട്ട പ്രദീപും അതുപോലെ അസ്നക്കും KT അഷ്റഫുമൊക്കെ നമ്മളൊക്കെ ഈ വാർഡിൽ നിന്ന് ചെയ്ത പെട്ടി പൊട്ടിക്കുമ്പോൾ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് എന്ന് നമ്മൾ അന്ന് പറഞ്ഞതാണ്. അന്ന് മുതൽ നമ്മൾ പിന്നീടുള്ള 3-4 ദിവസങ്ങളിലൊക്കെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ വളരെ മനോഹരമായി ഒരു 5-6 സ്ക്വാഡുകളൊക്കെ രൂപീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ അനന്തര ഫലമായിക്കൊണ്ട് 864 വോട്ടിന് പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ പ്രദീപിനെ നമുക്ക് വിജയിപ്പിക്കാൻ സാധ്യമായതിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ്.
ഏതായാലും തുടർന്ന് വരുന്ന 5 വർഷം നമ്മുടെയൊക്കെ ജനപ്രതിനിധികളായി നിൽക്കേണ്ട ആളുകളാണ് നമ്മുടെ വേദിയിലുള്ളത്. നമ്മളൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിർവഹിക്കുവാനുള്ള ഒരു കഴിവും ശക്തിയും അവർക്ക് സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തിനും ഈ ജനപ്രതിനിധികൾക്ക് പള്ളിമുക്ക് പ്രദേശം നൽകിയിട്ടുള്ള ഈ സ്വീകരണത്തിനും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്, ജയ് UDF. നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പള്ളിമുക്ക് യൂണിറ്റ് മുസ്ലിം ലീഗിൻ്റെ ട്രഷററായ മുനീർ ഖാസിയെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൻ്റെ 1ാം ഘട്ടം ആദ്യത്തെ സെഷന് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ഇവിടുത്തെ ഉമ്മപങ്കന്മാർക്ക് ഞങ്ങൾ UDFൻ്റെ വക നന്ദി പറഞ്ഞാൽ എത്രയും തീരൂല. കാരണം നമ്മുടെ ഇടവണ്ണ പഞ്ചായത്തിലെ ഈ വാർഡിൽ, പള്ളിമുക്ക് വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 1-2 ലഡു കൊടുത്ത് ഞങ്ങൾ ഈ കാര്യം, ഈ നന്ദി ഞങ്ങൾ അതിൽ ഒതുക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അല്പം വൈകിയാണെങ്കിലും ഗംഭീരമായ ഒരു ഇശൽ നിലാവ് ഇവിടെ സമ്മാനിച്ചുകൊണ്ട് ഇവിടുത്തെ UDF പ്രവർത്തകർ, അത്രയും സ്നേഹനിധികളായ ഉമ്മമാർക്കും ഇവിടുത്തെ ഞങ്ങളുടെ സഹോദരന്മാർക്കും ഞങ്ങൾ ഇത്ര സാമ്പത്തികം ചെലവാക്കിയിട്ടാണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ നിയാസ് കല്ലൻ, സ്വാഗത പ്രസംഗം നടത്തിയ അയ്യൂബ് സി, നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച MLA, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഷ്റഫ് സാഹിബ്, അവർക്കെല്ലാം ഈ നാടിൻ്റെ പേരിലും ഈ സംഘടനയുടെ പേരിലും ഈ പരിപാടിയിൽ എത്തിപ്പെട്ടതിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതോടുകൂടെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, അവർക്കെല്ലാം ഈ സംഘടനയുടെ പേരിലും സംഘാടകരുടെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഇത്രയും ഗംഭീരമാക്കുന്നതിന് വേണ്ടി ആഴ്ചകളോളം പ്രവർത്തിച്ച ചെറുപ്പക്കാരായ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ, MSFൻ്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിച്ച നമ്മുടെ UDFൻ്റെ എല്ലാ പ്രവർത്തകർക്കും, ഇവിടെ ഒത്തുകൂടിയ നാട്ടുകാർക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഈ നാടിൻ്റെ പേരിലും സംഘടനയുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഹലോ, പള്ളിമുക്കിലെ മുസ്ലിം ലീഗിൻ്റെ കാരണവന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത്. സ്റ്റേജിലേക്ക് കയറാൻ പ്രയാസമുള്ള കാരണവന്മാരായതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് KT അഷ്റഫ് സാഹിബ് നിങ്ങളെ ആദരിക്കാൻ വേണ്ടി താഴത്തേക്ക് വന്നിട്ടാണ്. സ്റ്റേജിൽ ഗാനമേള സെറ്റിങ്സ് ആരംഭിക്കാവുന്നതാണ്. ഗാനമേളയുടെ ടീം സ്റ്റേജിൽ വരേണ്ടതാണ്.
ആദരിക്കുന്ന ആളുകളുടെ പേര് കല്ലൻ മുഹമ്മദ്, KP മൂസ, ഖാദിർനാക്ക, KC ഖാദർ, ബാപ്പു പുളിക്കൽ, കല്ലൻ കുട്ടി ഹസൻ, പുളിക്കൽ ഉമർ, കല്ലൻ ഹസൻ, മുഹമ്മദ് KC, PC അലവി, ബഷീർ ബായി, മൂസ PP, ചെറിയോൻ, അയ്യൂബ്, കല്ലൻ മുഹമ്മദ്, വരി വരി വരി, KP മുസാക്ക, ഖാദിർനാക്ക, KC ഖാദറാക്ക, ബാപ്പു പുളിക്കൽ, കല്ലൻ ബാപ്പു, പുളിക്കൽ ഉമ്മറാക്ക, ബാപ്പു, കല്ലൻ അസൻക, വിളിച്ചിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടുള്ളൂ. മുഹമ്മദ് KC, PC അൽവിയാക്ക, ബഷീർ ബായി, മൂസാക്ക PP, മൂസാക്ക ഇവിടെ, മൂസാക്ക വരി വരി, ചെറിയോൻ മുസ്ലിയാർ, നമ്മളെ ഖാദറാക്കാക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് മുന്നി അത് ഏറ്റുവാങ്ങുന്നതാണ്. ചെറിയ മുസ്ലിയാർ, മാനുകാക്ക PC, മാനുകാക്ക അവിടെ ഉണ്ടായി. അടങ്ങമ്പുറം കുഞ്ഞാൻ, ഈ നാടിനെ ഏറ്റവും ഭദ്രമാക്കിയിട്ട് ഈ കാലഘട്ടത്തിലേക്ക് എത്തിച്ച നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകളെ ആദരിക്കുകയായിരുന്നു. ഇവർ ചെയ്തത് വലിയൊരു സംഭവമാണ്. കാരണം നമ്മളെ നാട്ടിക്ക് വേറെ ഒരു പാർട്ടിനെ കൊണ്ടേ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാത്ത ഈ പള്ളിമുക്ക് അത്രയും ഭദ്രമാക്കിയിട്ട് പുതുതലമുറയെ ഏൽപ്പിച്ച ആളുകളെയാണ് നമ്മളിപ്പോൾ അനുമോദിച്ചത്. പ്രിയമുള്ളവര്, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സുറുമി വയനാട് നടിക്കുന്ന ഗാനമേള ഏതാനും നിമിഷങ്ങൾക്കകം